നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് കോട്ടയം ജില്ലയിലും ആവേശകരമായ തുടക്കം. സർക്കാരിന്റെ നേട്ടങ്ങളും സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനും പ്രാദേശിക സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുമായി സംഘടിപ്പിച്ച ഈ മേള കോട്ടയം നിവാസികൾക്ക് ഒരു പുത്തൻ അനുഭവമായി മാറി. ഏപ്രിൽ 24 മുതൽ 30 വരെ കോട്ടയം നാഗമ്പടം മൈതാനത്ത് അരങ്ങേറിയ മേളയുടെ ഔപചാരിക ഉദ്ഘാടനം സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ നിർവഹിച്ചു. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലയിലെ MLAമാരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു. സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ 186 സ്റ്റാളുകളാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നത്. കോട്ടയം നാഗമ്പടം മൈതാനത്താണ് എന്റെ കേരളം പ്രദർശന വിപണനമേളയ്ക്ക് തുടക്കമായത്. സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ ചരിത്രത്തിൽ ഒരു സംസ്ഥാന ഗവൺമെന്റും ഓരോ വർഷം പിന്നിടുമ്പോഴും തങ്ങൾ എന്തു ചെയ്തു എന്ന കാര്യം ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ മഹാഭാരതത്തിൽ മറ്റൊരു സംസ്ഥാന ഗവൺമെന്റും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ആ ഖ്യാതി കേരള ഗവൺമെന്റിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന അഭിമാനത്തോടെ പറയുക. കഴിഞ്ഞ 8 വർഷക്കാലത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും എല്ലാവരുടെയും മുമ്പിലെത്തിച്ചു. ചീഫ് വിപ്പ് N ജയരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MLAമാരും ജനപ്രതിനിധികളും പങ്കെടുത്തു. എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 186 സ്റ്റാളുകളാണുള്ളത്. മേളയിലെത്തിയവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നായിരുന്നു സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ സ്റ്റാൾ. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് വേറിട്ട മുഖം നൽകുകയായിരുന്നു എക്സൈസ് നോ ഡ്രഗ്സ് എന്ന ബോർഡിനൊപ്പം ഫുട്ബോൾ താരങ്ങളായ എംബാപ്പെ, മെസ്സി, ക്രിസ്ത്യാനോ എന്നിവരുടെ ചിത്രങ്ങൾ. പച്ചോലമേഞ്ഞ സ്റ്റാളിൽ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾക്കൊപ്പം ഡാർട്ട് ഗെയിമും മെഗാ ക്വിസ് മത്സരങ്ങളും സന്ദർശകർക്കായി ഒരുക്കിയിരുന്നു. നോ ഡ്രഗ്സ് എന്ന ബോർഡുമായി എംബാപ്പയും മെസ്സിയും ക്രിസ്ത്യാനോയും, പച്ചോലമടഞ്ഞൊരുക്കിയ സ്റ്റാളിൽ ഡാർട്ട് ഗെയിമിന്റെ ബോർഡും മെഗാ ക്വിസ് മത്സരത്തിന്റെ നറുക്കെടുപ്പ് ബോക്സും. ഇങ്ങനെയൊക്കെയാണ് കോട്ടയം നാഗമ്പടം മൈതാനത്തിലെ എക്സൈസ് വകുപ്പിന്റെ സ്റ്റാളിനുള്ളിലെ കാഴ്ച. ദൗർഭാഗ്യകരമായ സമീപകാല സംഭവങ്ങളിൽ നിന്നും ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി മുന്നേറാമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദൂഷ്യവശങ്ങൾ സമൂഹത്തെ പറഞ്ഞു മനസ്സിലാക്കി ലഹരിയിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന് രൂപം നൽകിയിട്ടുള്ളത്. ലഹരിയോട് നോ പറയാം, ജീവിതം തന്നെയാണ് ലഹരി എന്ന സന്ദേശങ്ങൾ മുൻനിർത്തിയാണ് വിമുക്തി മിഷൻ പ്രവർത്തിക്കുന്നത്. ഡാർട്ട് ഗെയിമിൽ വിജയിക്കുന്നവർക്ക് അപ്പോൾ തന്നെ സമ്മാനവും നൽകും. ഇവിടെ വരുന്നവർക്ക് മത്സരങ്ങളോട് അവബോധം നൽകി മികച്ച അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് എക്സൈസിന്റെ ലക്ഷ്യം. ലഹരിക്കെതിരെ സംസ്ഥാന എക്സൈസ് വകുപ്പ് ഒരുക്കിയ സ്റ്റാൾ ആദ്യ ദിനം തന്നെ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. കരുത്തും കരുതലും വിളിച്ചോതി ജില്ലാ പോലീസിന്റെ സ്റ്റാളും ശ്രദ്ധേയമായി. കോട്ടയം ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ തനി മാതൃക കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി. സുരക്ഷാ സേന ഉപയോഗിക്കുന്ന വിവിധ തരം തോക്കുകളുടെ പ്രദർശനം, ദീർഘദൂര ലക്ഷ്യഭേദന ശേഷിയുള്ള തോക്കുകൾ മുതൽ സാധാരണ പിസ്റ്റലുകളും അവയുടെ വെടിയുണ്ടകളും ഗ്രാനേഡുകളും വയർലെസ് സെറ്റുകളും വരെ പരിചയപ്പെടുത്തി. ലഹരിക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോ കോർണറും പോലീസ് ഒരുക്കിയിരുന്നു. ഒറിജിനലിനെ വെല്ലുന്ന മാതൃകയിലാണ് കോട്ടയം ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ രൂപം നാഗമ്പടം മൈതാനിയിൽ എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ നിർമ്മിച്ചിട്ടുള്ളത്. സ്റ്റേഷൻ ഒറിജിനൽ അല്ലെങ്കിലും അതിന്റെ ഉള്ളിൽ പ്രദർശനത്തിനായി നിരത്തിവെച്ച തോക്കുകളെല്ലാം ഒറിജിനൽ തന്നെ.
ദീർഘദൂരത്തേക്ക് നിറയൊഴിക്കാൻ പറ്റുന്ന തോക്ക് മുതൽ സാധാ പാറാവ് തോക്കും പിസ്റ്റളും അവയുടെയൊക്കെ ഉണ്ടകളും പ്രദർശനത്തിലുണ്ട്. കൂടാതെ വിവിധ തരത്തിലുള്ള ഗ്രനേഡുകളും വയർലെസ് ഫോണുകളും എല്ലാം പരിചയപ്പെടുത്താനായി നിരത്തിയിട്ടുണ്ട്. പണ്ടുകാലങ്ങൾ മുതൽ കേരള പോലീസ് ഉപയോഗിക്കുന്ന ആയുധമാണ് 303 റൈഫിൾ. കേരള പോലീസിലെ പരേഡിനും മറ്റും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 7.62 SLR റൈഫിളാണ്. ഓട്ടോമാറ്റിക്കായിട്ടും സിംഗിളായിട്ടും ഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആയുധമാണ്. ഇതോടൊപ്പം ലഹരിക്കെതിരെ പോരാടാനായി ഒരു ഫോട്ടോ കോർണറും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് സേനയുമായി ബന്ധപ്പെട്ട ഒരു ക്വിസ് പ്രോഗ്രാമും ഇതോടൊപ്പമുണ്ട്. നാവിൽ കൊതിയൂറുന്ന രുചികളുടെ സംഗമവേദിയായി കഫേ കുടുംബശ്രീ ഫുഡ് കോർട്ട് മാറി. 10 ജില്ലകളിൽ നിന്നുമുള്ള തനത് വിഭവങ്ങൾ, പ്രത്യേകിച്ച് വയനാടിന്റെ പ്രശസ്തമായ വനസുന്ദരി ചിക്കൻ എന്നിവയെല്ലാം രുചിപ്രേമികളെ ആകർഷിച്ചു. മായമില്ലാത്ത ആരോഗ്യകരമായ ഭക്ഷണം വിളമ്പുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച ഫുഡ് കോർട്ടിലെ തിരക്ക് കോട്ടയംകാർ ഈ രുചി വൈവിധ്യത്തെ ഏറ്റെടുത്തതിന് തെളിവായി. പണം നൽകി ഭക്ഷണത്തിന്റെ വിലയ്ക്കനുസരിച്ചുള്ള കാർഡുകൾ വാങ്ങി ഇഷ്ടമുള്ള സ്റ്റാളിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്ന രീതിയും പുതുമയുള്ളതായിരുന്നു. വൈവിധ്യമാർന്ന പെൺപെരുമയുടെ രുചിക്കൂട്ട് കോട്ടയം സ്വീകരിച്ചു കഴിഞ്ഞു. അതാണ് കോട്ടയം നാഗമ്പടം മൈതാനിയിലെ കഫേ കുടുംബശ്രീ ഫുഡ് കോർട്ടിലെ ജനത്തിരക്ക് വ്യക്തമാക്കുന്നത്. ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ വയനാടൻ വനസുന്ദരി ചിക്കൻ മുതൽ മറ്റു 10 ജില്ലകളിലെ തനത് വിഭവങ്ങൾ വൈവിധ്യമാർന്ന രുചിക്കൂട്ടുമായി കഫേ കുടുംബശ്രീയിൽ നിറഞ്ഞു നിൽക്കും. രുചിക്കൊപ്പം ആരോഗ്യപ്രദമായ ഭക്ഷണം മായങ്ങളുടെ കലർപ്പില്ലാതെ നൽകുക എന്നതിലാണ് കുടുംബശ്രീ ഫുഡ് കോർട്ടിന്റെ ശ്രദ്ധ. ഇവിടെ ഭക്ഷണ വിതരണത്തിലുമുണ്ട് അല്പം വ്യത്യസ്തത. വേണ്ട ഭക്ഷണങ്ങളുടെ പേര് പറഞ്ഞ് പൈസ നൽകിയാൽ കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നത് അതിന് തുല്യമായ രൂപയുടെ മാതൃകയിലുള്ള കാർഡുകളാണ്. 10, 20, 50, 100 രൂപയുടെ മാതൃകയിലുള്ള കാർഡുകളുമായി ആ വില വരുന്ന ഏത് ഭക്ഷണവും കഴിക്കാം. ഈ ആഹാരങ്ങൾ നമ്മളിവിടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന അവർക്കൊരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ടോക്കൺ സിസ്റ്റമാണ് നമ്മളിതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ക്യാഷ് പേയ്മെൻറ്റ് നമ്മൾ ഡയറക്റ്റ്ലി പേയ്മെൻറ്റ് അടച്ച് അത് അവർക്ക് കൊടുക്കുന്ന ടോക്കൺ വാങ്ങിച്ച് നമുക്ക് ഇഷ്ടമുള്ള കൗണ്ടറുകളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ തിരഞ്ഞെടുക്കാനുള്ളൊരു ഒരു ഏറ്റവും വലിയൊരു സാധ്യത നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൂടെ കസ്റ്റമേഴ്സ് തന്നെ ഒരുപാട് ഹാപ്പിനെസ് ആണ്, അവർക്ക് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു കാര്യത്തിൽ. കാരണം വെച്ചാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വരുന്നില്ല. ഇഷ്ടമുള്ള ഈ 10 കൗണ്ടറുകളുണ്ടെങ്കിൽ 10 കൗണ്ടറുകളിൽ നിന്നും അവർക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ അതിലൂടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 2000 സ്ക്വയർ ഫീറ്റിനടുത്ത് വിസ്തൃതിയുള്ള ഫുഡ് കോർട്ട് വളരെ മനോഹരമായി ചിട്ടയോടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കോട്ടയം നാഗമ്പടം മൈതാനത്ത് ഏപ്രിൽ 30 വരെയാണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേള. അക്ഷരം പോലെ ശുദ്ധമാവട്ടെ ഭക്ഷണം എന്ന സന്ദേശവുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഒരുക്കിയ സ്റ്റാൾ ഏറെ ചിന്തനീയമായി. കൗമാരക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന പ്രമേഹ രോഗത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായ ശീതള പാനീയങ്ങളിലെ അമിത പഞ്ചസാരയുടെ അളവ് തുറന്നുകാട്ടുന്ന ഷുഗർ ബോർഡ് ആയിരുന്നു മുഖ്യ ആകർഷണം. ഓരോ പാനീയത്തിലുമുള്ള പഞ്ചസാരയുടെ അളവ് തൂക്കി പ്രദർശിപ്പിച്ചത് ഞെട്ടലുളവാക്കുന്ന കാഴ്ചയായിരുന്നു. സ്റ്റാളിന് മുന്നിലെ ഷുഗർ ബോർഡിൽ മിനറൽ വാട്ടറും ശീതളപാനീയങ്ങളും ചെറിയ ബോട്ടിലുകളിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. അതിനിടയിൽ അവ ഓരോന്നിലും ഉൾപ്പെടുന്ന പഞ്ചസാരയുടെ അളവ് കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്തിയും അത്രത്തോളം പഞ്ചസാര ഒരു പ്ലാസ്റ്റിക് കവറിലായി പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. ഭൂരിഭാഗം കൗമാരക്കാരുടെയും ഇഷ്ടപാനീയങ്ങളിൽ പഞ്ചസാരയുടെ അളവ് എത്രമാത്രമെന്ന് ഞെട്ടൽ ഉളവാക്കുന്നതാണ് ഈ ചെറിയ ഷുഗർ ബോർഡ്. ഒരു ചായയിലെ പഞ്ചസാര 1 ടീസ്പൂൺ ആണെങ്കിൽ അതിന്റെ 10 ഇരട്ടി അളവാണ് ഫ്രൂട്ടിയിലും ഫിസ്സിലും ഉപയോഗിക്കുന്നത്. മറ്റു സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഏറെക്കുറെ ഇതുതന്നെയാണ് അവസ്ഥ. സമീപകാല ICMR പഠനം വ്യക്തമാക്കുന്നത് കൗമാരക്കാർക്കിടയിൽ 8.1% പ്രമേഹ രോഗികൾ ഉണ്ടെന്നാണ്. നമ്മുടെ സ്റ്റോളിൽ കാണുന്നത് നമ്മൾ കൗമാരക്കാരിൽ ഏറ്റവും കൂടുതൽ ഷുഗർസ് പ്രമേഹങ്ങൾ വരാൻ കാണുന്നുണ്ട്. അതിനുള്ള മെയിൻ കാരണം എന്നൊരു ഇതായിട്ട് കാണിച്ചിരിക്കുന്ന ഈ ബോർഡ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ പല അളവ് ഷുഗേഴ്സാണ് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടാൽ മിനറൽ വാട്ടറിൽ 0 ആണുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ വരുമ്പം ഇങ്ങനെ നമുക്ക് ഓരോ സെക്ഷനിൽ കണ്ടാൽ മനസ്സിലാവും ഓരോ ഇതിൽ എത്രയാണ് ഷുഗേഴ്സ് ഉള്ളതെന്നുള്ളത്. അപ്പം ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഷുഗേഴ്സ് വരികയും പ്രമേഹത്തിനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നുണ്ട്. അക്ഷരം പോലെ ശുദ്ധമാവട്ടെ ഭക്ഷണം എന്ന സന്ദേശം മുൻനിർത്തി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഒരുക്കിയ ഈ ഷുഗർ ബോർഡ് ജനങ്ങളിൽ വലിയ പ്രതികരണമാണ് ഉണ്ടാക്കുന്നത്. കാർഷിക കേരളത്തിന്റെ നേർക്കാഴ്ചയായി കൃഷി വകുപ്പിന്റെ സ്റ്റാളുകൾ.
കോട്ടയം ജില്ലയിലെ 11 ബ്ലോക്കുകളിൽ നിന്നായി ഒരുക്കിയ 20ഓളം സ്റ്റാളുകളിൽ കാർഷിക വൈവിധ്യങ്ങൾ നിറഞ്ഞു നിന്നു. ഭീമൻ ചക്കകളും കുലകുലകളായി തൂങ്ങിക്കിടക്കുന്ന വിവിധയിനം വാഴപ്പഴങ്ങളും മാത്രമല്ല, ഭൗമസൂചിക പദവി ലഭിച്ച തലനാടൻ ഗ്രാമ്പൂ, പുതിയ തരംഗമായ കുമ്പുക്കൽ കുരുമുളക്, വിവിധയിനം കിഴങ്ങുകൾ, നെൽവിത്തുകൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയെല്ലാം പ്രദർശനത്തിനുണ്ടായിരുന്നു. കണ്ണിന് കുളിർമയേകി വിവിധ നിറത്തിലുള്ള ഓർക്കിഡ് പൂക്കളും ഫലവൃക്ഷ തൈകളും സ്റ്റാളുകൾക്ക് അഴക് പകർന്നു. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനവും സജീവമായിരുന്നു. ഒരു സ്റ്റാളിൽ വിവിധയിനം ചക്കകൾ ആണെങ്കിൽ മറ്റൊരു സ്റ്റാളിൽ വ്യത്യസ്തമാർന്ന വാഴപ്പഴങ്ങളാണ്. മറ്റു ചിലതിൽ വിവിധതരം കൊക്കോ, ചിലതിൽ വിവിധതരം ചീരകൾ, നെൽവിത്തുകൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ. ഇങ്ങനെ കോട്ടയം ജില്ലയിലെ 11 ബ്ലോക്കുകളുടെ 20ഓളം സ്റ്റാളുകളാണ് കാർഷിക വൈവിധ്യങ്ങളുടെ സമ്പുഷ്ടതയോടെ ജനങ്ങൾക്കായി കർഷകക്ഷേമ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഭീമാകാരമായ ചക്കകളും വാഴക്കുലകൾക്കും പുറമെ അധികമാരും കാണാത്ത വെറൈറ്റി പഴങ്ങളും കൂട്ടത്തിലുണ്ട്. ഭൗമസൂചിക പദവി ലഭിച്ച തലനാടൻ ഗ്രാമ്പൂവിന് പുറമെ കുരുമുളക് മേഖലയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന കുമ്പുക്കൽ കുരുമുളകും പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ഉയർന്ന രോഗപ്രതിരോധ ശേഷിയുള്ളതും മികച്ച വിളവ് ലഭിക്കുന്നതുമായ ഫലവൃക്ഷ തൈകളും നിറങ്ങളുടെ മനോഹാരിതയും വൈവിധ്യവും കൊണ്ട് വ്യത്യസ്തമാർന്ന ഓർക്കിഡ് പൂക്കളും സ്റ്റാളുകളിൽ വിരിഞ്ഞു നിൽക്കുകയാണ്. പ്രദർശനത്തിന് പുറമെ ഇവയിൽ നിന്നെല്ലാം ഉണ്ടാക്കിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഇതോടൊപ്പമുണ്ട്. നമ്മളിവിടെ കൃഷി വകുപ്പിലെ 11 ബ്ലോക്കിലെ 11 സ്റ്റോളുകൾ, കൂടാതെ സോയിൽ ടെസ്റ്റിംഗ് ലാബിലെ പാരസൈറ്റ് ബ്രീഡിംഗ് സ്റ്റേഷൻ എന്നിവയുടെയും ഒക്കെ ആയിട്ട് 20 സ്റ്റോളുകളോടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ വിവിധങ്ങളായ കാർഷിക വിളകളും കാർഷിക വിളകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പിന്നെ നമുക്കിവിടെ കിട്ടുന്ന കാർഷിക സേവനങ്ങളും മറ്റ് എല്ലാ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. തീം സ്റ്റോളിൽ നമ്മളുടെ വിവിധ തരം ആപ്പുകളുടെ പറ്റിയിട്ടുള്ള പരിചയപ്പെടുത്തൽ, അതേപോലെ ഹെൽപ്പ് ഡെസ്ക്, പിന്നെ വിവിധ സ്കീമുകളുടെ പറ്റിയിട്ടുള്ള വിവരണം, കൂടാതെ പുതിയ കേരള ഗ്രോ ബ്രാൻഡിംഗ് തുടങ്ങിയവ ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൗതുകവും ഒപ്പം അറിവും പകരുന്നതായിരുന്നു ജയിൽ വകുപ്പിന്റെ സ്റ്റാൾ. കോട്ടയം ജില്ലാ ജയിലിന്റെ മനോഹരമായ മാതൃക ഒരുമിച്ചാണ് തടവുകാർ നിർമ്മിച്ച കരകൗശല വസ്തുക്കളും ഭക്ഷ്യോൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കുകയും വിൽക്കുകയും ചെയ്തത്. ഉണ്ണിയപ്പം മുതൽ ബിരിയാണി വരെ, ചിരട്ടയിലെ ശില്പങ്ങൾ മുതൽ നെറ്റിപ്പട്ടം വരെ നീളുന്ന ഉൽപ്പന്ന നിര തടവുകാരുടെ കരവിരുതും പുനരധിവാസ സാധ്യതകളും വിളിച്ചോതി. സ്റ്റാളിലെ പ്രധാന ആകർഷണം 1 മണിക്കൂർ ജയിലിൽ എന്ന വേറിട്ട ചലഞ്ചായിരുന്നു. തടവ് പുള്ളികളുടെ യൂണിഫോം ധരിച്ച് മൊബൈൽ ഫോണോ വാച്ചോ ഉപയോഗിക്കാതെ ആരോടും സംസാരിക്കാതെ 1 മണിക്കൂർ സെല്ലിൽ കഴിയുന്നവർക്ക് സമ്മാനവും പ്രഖ്യാപിച്ചിരുന്നു. അതിമനോഹരമായി തീർത്ത കോട്ടയം ജില്ലാ ജയിലിന്റെ മാതൃക, അതിനകത്ത് കോട്ടയം ജില്ലയിലെ 3 ജയിലുകളിലെയും തടവുകാർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഒരുക്കിയിരിക്കുന്നു. ഉണ്ണിയപ്പം മുതൽ ചിക്കൻ ബിരിയാണി വരെയുണ്ട് ഭക്ഷ്യവസ്തുക്കളായി. ആനയുടെ നെറ്റിപ്പട്ടം മുതൽ പീരങ്കിയും ഗ്രാമഫോണും ചിരട്ടയിൽ തീർത്ത അതിമനോഹര ശില്പങ്ങളുമുണ്ട് കരകൗശല വസ്തുക്കളായി. തടവുകാരുടെ നവീകരണവും പുനരധിവാസവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഭക്ഷ്യ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും വിപണനവും നടത്തുന്നത്. ഒരു വശത്ത് തൂക്കുമരത്തിന്റെ മാതൃകയും ഡമ്മിയുമാണെങ്കിൽ മറുവശത്ത് ഒരാൾക്ക് കഴിയാൻ പാകത്തിലുള്ള സെല്ലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയാണ് വേറിട്ട ഒരു ചലഞ്ചുമായി ജയിൽ വകുപ്പ് ജനങ്ങളുടെ മുന്നിലെത്തുന്നത്. ജയിലിന്റെ ഉള്ളിൽ തടവുകാരന്റെ യൂണിഫോം ധരിച്ച് ആർക്കും 1 മണിക്കൂർ കഴിയാം. പക്ഷേ നിബന്ധനകളുണ്ട്. ഫോൺ നോക്കുകയോ സമയം നോക്കുകയോ മറ്റൊരാളോട് സംസാരിക്കുകയോ പാടില്ല. ഈ നിബന്ധനകളും കടന്ന് 1 മണിക്കൂർ ആ സെല്ലിൽ കഴിഞ്ഞാൽ അയാൾക്ക് ജയിൽ വകുപ്പിന്റെ സമ്മാനവും ലഭിക്കും. കോട്ടയം ജില്ലയിലെ
ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 3 ജയിലുകളാണ് കോട്ടയം ജില്ലയിലുള്ളത്. കോട്ടയം ജില്ലാ ജയിൽ, കുന്മന സ്പെഷ്യൽ സബ് ജയിൽ മീനച്ചിൽ 3 ജയിലുകളെയും കൂടെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ഈ സ്റ്റാൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 ജയിലിലെയും തടവുകാരുടെ സഹായത്തോടു കൂടി വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഞങ്ങളിവിടെ ഇപ്പം വരുന്ന ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വിൽപ്പനയ്ക്കായി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. കൂടാതെ നമ്മളിവിടെ ജയിലിൻ്റെ പേരിലൊരു സെല്ല് ഇത് ചെയ്തിട്ടുണ്ട്, ഒരു ചലഞ്ച്. അതായത് തടവ് ആരെങ്കിലും ഒരാളെ സെല്ലിൽ കിടന്നാൽ അത് വെച്ചാൽ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു സെല്ലിൽ കിടക്കുന്നതിനുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ഒരു 1 hour ചലഞ്ച് വരെ ഇതിനകത്ത് നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റാളിലേക്ക് കാഴ്ചക്കാരെ വരവേറ്റത് നെറ്റിപ്പട്ടം കെട്ടി നിൽക്കുന്ന ഗജവീരന്റെ മാതൃകയാണ്. എന്നാൽ ആ വരവേൽപ്പിന് പിന്നിൽ ഒരു സന്ദേശമുണ്ടായിരുന്നു. ഉത്സവങ്ങൾക്കും മറ്റും ആനകളെ പീഡിപ്പിക്കുന്നതിനെതിരെയുള്ള സന്ദേശം. സ്റ്റാളിനുള്ളിൽ പശു, ആട് ഫാമുകളുടെ മനോഹരമായ മിനിയേച്ചർ രൂപങ്ങളും വിവിധയിനം കോഴികളും മുട്ടകളും അവയുടെ തീറ്റകളും പ്രദർശിപ്പിച്ചിരുന്നു. ലഹരിയല്ല, അരുമയാണ് ലഹരി എന്ന സന്ദേശവും സ്റ്റാള് മുന്നോട്ട് വെച്ചു. നാഗമ്പടം മൈതാനത്ത് എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ ഭാഗമായി തയ്യാറാക്കിയ മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റാളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത പശുവിന്റെയും ആടിന്റെയും ഫാമുകളുടെ മിനിയേച്ചർ രൂപമാണ്. അത്രയും വൃത്തിയോടെയും മനോഹരവുമായിട്ടാണ് ഫാമുകൾ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ വിവിധയിനം കോഴികളുടെയും മുട്ടകളുടെയും മറ്റൊരു വിഭാഗവും പ്രദർശനത്തിലുണ്ട്. എന്നാൽ ഇതിനൊക്കെ മുന്നിലായാണ് സദാസമയം ചെവിയാട്ടിക്കൊണ്ട് നെറ്റിപ്പട്ടം കെട്ടി നിവർന്നു നിൽക്കുന്ന ഗജവീരന്റെ രൂപം. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒറിജിനലിനോട് കിടപിടിക്കുന്നതാണ് മാതൃക. നെറ്റിപ്പട്ടം കെട്ടി ജനങ്ങളെ വരവേൽക്കാൻ നിൽക്കുന്നതാണ് എന്ന് കരുതിയെങ്കിൽ തെറ്റി. ആനകളെ ഉത്സവങ്ങളിലും മറ്റും പങ്കെടുപ്പിക്കുന്നതിനെതിരെയും ചൂടുകാലത്ത് എഴുന്നള്ളിക്കുന്നതിനെതിരെയും ആനകൾക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയുമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് മൃഗസംരക്ഷണ വകുപ്പ് കോട്ടയം ജില്ലയുടെ സ്റ്റോളാണ്. ഇവിടെ വകുപ്പിലെ ജില്ലയിലുള്ള വിവിധ സ്ഥാപനങ്ങളുടെയും അതോടൊപ്പം മൃഗസംരക്ഷണ വകുപ്പിൻ്റെ തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന മിൽമ, കേരള ഫീഡ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെയും സ്റ്റോളുകൾ ഇവിടെയുണ്ട്. ഇവിടെ ഒരു മുൻവശത്തായി തന്നെ ഒരു ആനയെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് വഴി നമ്മൾ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അത് നമ്മുടെ കാലാവസ്ഥയിലും മറ്റും ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നതും അവയുടെ ഈ ചൂട് സഹിക്കാൻ വയ്യാതെ അത് അക്രമകാരികളാവുന്നതും ജനങ്ങൾക്ക് ഭീഷണിയാവുന്നതും ഒക്കെ ഈ സംവിധാനം വഴി തടയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതൊരു മോട്ടറൈസ്ഡ് എലിഫൻ്റാണ്. അതിൽ ആളുകൾക്ക് കയറി സഞ്ചരിക്കാനും പറ്റും. പ്രൊസഷൻസിന് ഇത് ഉപയോഗിക്കാൻ പറ്റും. കോഴികളുടെയും മൃഗങ്ങളുടെയും വ്യത്യസ്ത ഇനം തീറ്റകളുടെയും വിശദമായ പ്രദർശനവും കൂടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ലഹരിയല്ല, അരുമയാണ് ലഹരി എന്നൊരു സന്ദേശവും മൃഗസംരക്ഷണ വകുപ്പ് മുന്നോട്ട് വെക്കുന്നു. ആഘോഷമായി മാറി കായിക വകുപ്പിന്റെ സ്റ്റാൾ. സിന്തറ്റിക് ട്രാക്കിന്റെ മാതൃകയിൽ ഒരുക്കിയ സ്റ്റാളിൽ 15 വ്യത്യസ്ത കായിക ഇനങ്ങളുടെ മിനി പതിപ്പുകളാണ് ഉണ്ടായിരുന്നത്. ത്രോയിങ് ടാർജറ്റ്, ബാസ്കറ്റ്ബോൾ, ആർച്ചറി, ഫുട്ബോൾ തുടങ്ങിയ കളികളിൽ പ്രായഭേദ്യമന്യേ ആളുകൾ ആവേശത്തോടെ പങ്കെടുത്തു. വിജയികൾക്ക് അപ്പോൾ തന്നെ സമ്മാനങ്ങളും നൽകി. സ്പോർട്സ് ആണ് ലഹരി എന്ന സന്ദേശം യുവാക്കളിലേക്ക് എത്തിക്കാൻ സ്റ്റാളിന് കഴിഞ്ഞു. കായിക താരങ്ങളുടെ സന്ദേശങ്ങളും പ്രധാന മത്സരങ്ങളുടെ വീഡിയോകളും LED സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു. സിന്തറ്റിക് ട്രാക്കിന്റെ രീതിയിൽ രൂപകൽപ്പന ചെയ്ത സ്റ്റാളിൽ 8 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് കളിക്കാവുന്ന 15 വ്യത്യസ്ത കായികയിനങ്ങളുടെ മിനിമൽ പതിപ്പാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ത്രോയിങ് ടാർജറ്റ്, ബാസ്കറ്റ്ബോൾ, ആർച്ചറി, ടേബിൾ ടെന്നീസ്, ഫുട്ബോൾ തുടങ്ങിയവയിൽ പ്രായഭേദമന്യേ ആർക്കും പങ്കെടുക്കാം. അതുകൊണ്ട് തന്നെ നാഗമ്പടം മൈതാനത്തെ എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ കൂടുതൽ തിരക്കുള്ള സ്റ്റാളുകളിലൊന്ന് കായിക വകുപ്പിന്റേതാണ്. മത്സരത്തിൽ പങ്കെടുത്ത വിജയിക്കുന്നവർക്ക് അവിടെ തയ്യാറാക്കിയ വിന്നിംഗ് ടേബിളിൽ വെച്ച സമ്മാനങ്ങളും നൽകും. കായിക വകുപ്പിന്റെ നേട്ടങ്ങളും നിരവധി പ്രധാന മത്സരങ്ങളുടെ വീഡിയോകളും പ്രശസ്ത കായിക പ്രതിഭകളുടെ സന്ദേശങ്ങളും ഇവിടെ തയ്യാറാക്കിയ LED സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നുമുണ്ട്. സ്പോർട്സ് ആണ് ലഹരിയെന്ന സന്ദേശം പുതുതലമുറയിൽ എത്തിക്കുകയാണ് സ്റ്റാളുകളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ പറയുന്നു. നമ്മളിവിടെ 15ഓളം ഗെയിമുകളാണ് ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ജനങ്ങൾക്ക് വളരെയധികം പ്രോത്സാഹനമായി അവരിതിലോട്ട് മുന്നോട്ട് വരുന്നുണ്ട്.
വളരെയധികം തിരക്കുകളാണ് നമുക്ക് ഇതിൽ പ്രചോദനമായി വന്നിരിക്കുന്നതും. ലഹരിയാണ് സ്പോർട്സ് എന്ന മുന്നോട്ടുള്ള വാക്യവും വളരെയധികം നമുക്ക് പ്രയോജനം ചെയ്തിരിക്കുന്നു. ഊർജ്ജ സംരക്ഷണത്തിന്റെയും സുരക്ഷയുടെയും പാഠങ്ങൾ പകർന്നു നൽകി KCB സ്റ്റാൾ. പമ്പ് സ്റ്റോറേജ് പദ്ധതിയുടെ പ്രവർത്തന മാതൃക ELCB ഉപയോഗിച്ച് വൈദ്യുതി ആഘാതത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിന്റെ ഡെമോൺസ്ട്രേഷൻ എന്നിവ ശ്രദ്ധേയമായി. കുറവിലങ്ങാട് 400 kV സബ്സ്റ്റേഷന്റെ മിനിയേച്ചർ രൂപവും മുല്ലപ്പെരിയാർ ഡാമിന്റെ കാഴ്ചകൾ വെർച്വൽ റിയാലിറ്റിയിലൂടെ അനുഭവിക്കാനുള്ള അവസരവും സ്റ്റാളിൽ ഒരുക്കിയിരുന്നു. പകൽ സമയത്ത് കുറഞ്ഞ നിരക്കിൽ സുലഭമായ വൈദ്യുതി ഉപയോഗിച്ച് റിസർവയറിലേക്ക് പമ്പ് ചെയ്ത് ആവശ്യകത കൂടുതലുള്ള വൈകുന്നേരത്തെ പീക്ക് മണിക്കൂറുകളിലെ ഉൽപ്പാദനത്തിനായി പ്രയോജനപ്പെടുത്തുന്ന പദ്ധതിയാണ് പമ്പ്ഡ് സ്റ്റോറേജ് പ്രൊജക്ട്. അതിന്റെ ആവശ്യകത മനസ്സിലാക്കി തരുന്നതിനോടൊപ്പം വീടുകളിൽ ELCB വയ്ക്കുന്നതിന്റെ പ്രാധാന്യവും ഷോക്കിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാമെന്നുള്ള പ്രവർത്തന മോഡലും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ELCB. അപ്പോൾ എല്ലാ വീടുകളിലും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ELCB വെക്കണം എന്നുള്ളതാണ് KCBയുടെ ഏറ്റവും വലിയ ആവശ്യം. നമ്മൾ ഏത് ഉപകരണം ഉപയോഗിച്ച് കഴിഞ്ഞാലും ആ ഉപകരണത്തിൽ നിന്ന് നമുക്കൊരു ഷോക്ക് ഏൽക്കാതെ ആൾക്കാർക്ക് സേഫായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ELCB നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് എല്ലാ വീടുകളിലും നമ്മൾ വെക്കാനായിട്ട് നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക് അയൺ ബോക്സ് അല്ല തേപ്പുപെട്ടി, ആ തേപ്പുപെട്ടി ELCB ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ആക്സിഡൻ്റലി അതിൽ തൊട്ട് കഴിഞ്ഞാൽ എങ്ങനെ അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ട്രിപ്പാകും. അപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് യഥാർത്ഥത്തിൽ ഷോക്ക് ഏൽക്കാതെ തന്നെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഉപയോഗം. കോട്ടയം കുറവിലങ്ങാട് 400 kV സബ്സ്റ്റേഷന്റെ മിനിയേച്ചർ രൂപവും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മുല്ലപ്പെരിയാർ ഡാമിന്റെ മനോഹാരിതയും ആഴവും മനസ്സിലാക്കാനുള്ള വെർച്വൽ റിയാലിറ്റി സിസ്റ്റവും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് മധ്യ കേരളത്തിൻ്റെ പവർ ലോഡ് ഷെഡിങ് ഒഴിവാക്കാൻ കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ കാലത്ത് ഇടമൺ കൊച്ചി എന്ന് പറയുന്ന ലൈനിൻ്റെ പൂർത്തീകരണവും ഈ സബ്സ്റ്റേഷൻ്റെ വരവോടുകൂടിയാണ് നമ്മളുടെ മധ്യ കേരളത്തിൻ്റെ ലോഡ് ഷെഡിങ് ഒഴിവായത്. ജലത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി ജലസേചന ഭൂജല വകുപ്പുകളുടെ സ്റ്റാളുകൾ. സമുദ്രനിരപ്പിന് താഴെയുള്ള അപ്പർ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ എങ്ങനെ കൃഷി നടത്തുന്നു എന്ന് വിശദീകരിക്കുന്ന പ്രവർത്തന മാതൃക ജലസേചന വകുപ്പ് ഒരുക്കി. ഭൂമിക്കടിയിലെ ജലലഭ്യത ശാസ്ത്രീയമായി കണ്ടെത്തുന്ന രീതികൾ, വിവിധ തരം കുഴൽ കിണറുകളുടെ മാതൃകകൾ, കുടിവെള്ള ശുദ്ധീകരണത്തിനുള്ള ഫിൽട്ടർ സംവിധാനങ്ങൾ എന്നിവ ഭൂജല വകുപ്പിന്റെ സ്റ്റാളിൽ കാണാമായിരുന്നു. അപ്പർ കുട്ടനാടിന്റെ പാടശേഖരത്തിന്റെ പ്രവർത്തന മാതൃകയാണ് ജലസേചന വകുപ്പ് സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന കുട്ടനാട് മേഖലയിൽ എങ്ങനെയാണ് നെൽകൃഷിയും മറ്റും വിജയകരമായി കൃഷി ചെയ്യുന്നത് എന്നതിന്റെ മാതൃകയാണ് കുട്ടനാടിന്റെ മിനിയേച്ചർ രൂപത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ടിപ്പിക്കൽ അപ്പർ കുട്ടനാടൻ പാടശേഖരത്തിൽ കൃഷി എങ്ങനെ നടക്കുന്നു, അതായത് പ്രധാനമായിട്ട് പുറന്തോടുകളിൽ നിന്നും വെള്ളം എങ്ങനെ അകത്തേക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നു, എക്സസ് വാട്ടർ എങ്ങനെ നമ്മൾ പമ്പ് ചെയ്യുന്നു, കൺവെൻഷണലായിട്ട് ഉപയോഗിക്കുന്ന പെട്ടിപ്പറ സിസ്റ്റത്തിലൂടെ നമ്മൾ എങ്ങനെ എക്സസ് വാട്ടർ പമ്പ് ഔട്ട് ചെയ്ത് കളയും, പാടശേഖരത്തിനുള്ളിൽ വരുന്ന ചാലുകൾ, പുറംബണ്ടുകൾ, അങ്ങനെ ഒരു ടിപ്പിക്കൽ അപ്പർ കുട്ടനാടൻ പാടശേഖരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മോഡലാണ്. കൃഷിക്കാർക്കും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും മാത്രം അറിയാമായിരുന്നൊരു കാര്യം പൊതുജനങ്ങൾക്ക് കൂടെ മനസ്സിലാവുന്ന രീതിയിലൊന്ന് അവതരിപ്പിക്കുക എന്നതാണ് ജലസേചന വകുപ്പ് കുട്ടനാട് പാക്കേജ്, കുട്ടനാട് ഡെവലപ്മെന്റ് ഡിവിഷൻ തണ്ണീർമുഖമാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂഗർഭജലത്തിന്റെ ലഭ്യത ശാസ്ത്രീയമായി കണ്ടുപിടിക്കുന്നതിന്റെ മാതൃകയാണ് ഭൂജല വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ മണൽ പ്രദേശത്തും തീരപ്രദേശങ്ങളിലും മറ്റും ഭൂജല വകുപ്പ് നിർമ്മിച്ചു കൊടുക്കുന്ന കുഴൽക്കിണറിന്റെ മാതൃകകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഭൂജല വകുപ്പ് നടപ്പാക്കുന്ന വിവിധ കുടിവെള്ള പദ്ധതികളുടെ വെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്താനുള്ള ഫിൽട്ടർ സംവിധാനത്തിന്റെ മോഡലുകളും സ്റ്റാളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. പാടത്തിലേക്ക് വെള്ളം കയറ്റി പാടം മുക്കിയിടാൻ വേണ്ടി, അത് മണ്ണിന്റെ വളർക്കൂറ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് വെള്ളത്തിൽ മുക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് പൊതുമട. അത് ആണ് ആ സൈഡിൽ കാണുന്നത് പൊതുമട എന്നതുകൊണ്ട് കാണുന്നത്. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട
ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. പുറംബണ്ടുകളിൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളുമൊക്കെ പാടശേഖരങ്ങളിൽ ഉണ്ടാവാറുണ്ട്. നാളുകൾ നീണ്ടുനിന്ന കോട്ടയത്തിന്റെ ഈ ഉത്സവ ആഘോഷത്തിന് നാഗപടം മൈതാനത്ത് തിരശ്ശീല വീണു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സമാപന സമ്മേളനം പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തൂങ്കൽ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KV ബിന്ദു അധ്യക്ഷത വഹിച്ചു. മേളയോടനുബന്ധിച്ച് ജില്ലയിലെ ലൈഫ് മിഷൻ ഗുണഭോക്താക്കളുടെ സംഗമവും സമാപന ചടങ്ങുകളുടെ ഭാഗമായി നടന്നു എന്നത് ശ്രദ്ധേയമായി. സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ 186 സ്റ്റാളുകളുമായി വൻ ജനപങ്കാളിത്തത്തോടെ മേള ചരിത്രത്തിൽ ഇടം നേടി. നാഗമ്പടം മൈതാനത്ത് 7 ദിവസം നീണ്ടുനിന്ന പ്രദർശന വിപണന മേളയിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗറിന്റെ അധ്യക്ഷതയിൽ നടന്ന സമാപന സമ്മേളനം സെബാസ്റ്റ്യൻ കുളത്തങ്കൽ MLA ഉദ്ഘാടനം ചെയ്തു. ആ മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ ഒന്നാമതൊരു തീരുമാനമെടുത്തു. ഈ ഗവൺമെന്റിന്റെ ഒന്നാമത്തെ തീരുമാനം അതിദരിദ്രരെ കണ്ടെത്തി പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കാനായിരുന്നു. 2025 നവംബർ മാസത്തിൽ ഒരു പ്രഖ്യാപനം ഈ ഗവൺമെന്റ് നടത്തും സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ. എന്താണ് ആ പ്രഖ്യാപനം? അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം അതായി കേരളം മാറാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിലെ ലൈഫ് മിഷൻ ഗുണഭോക്താക്കളുടെ സംഗമവും നടന്നു. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 186 സ്റ്റാളുകളായിരുന്നു മേളയിൽ ഉണ്ടായിരുന്നത്. വിജ്ഞാനവും വിനോദവും സംരംഭകത്വ പ്രോത്സാഹനവും ഒരു കുടക്കീഴിൽ ഒരുക്കിയ എൻ്റെ കേരളം മേള കോട്ടയം ജില്ലയ്ക്ക് അവിസ്മരണീയമായ അനുഭവമാണ് സമ്മാനിച്ചത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അടുത്തറിയാനും വിവിധ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും മേള അവസരമൊരുക്കി. പങ്കാളിത്തം കൊണ്ടും സ്റ്റാളുകളുടെ വൈവിധ്യം കൊണ്ടും ഏറെ ശ്രദ്ധ നേടിയ കോട്ടയത്തെ എൻ്റെ കേരളം മേള ജനകീയ ഉത്സവമായി മാറി ചരിത്രത്തിൽ ഇടം നേടി.